ഹലോ കൂട്ടുകാരെ, ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ ചുമ്മാ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. കാരണം മലയാള ഇൻഡസ്ട്രിയിൽ ഒരുപാട് നാളായിട്ട് ഹൈപ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലയാള സിനിമയുടെ ട്രെയിലർ വന്നിരിക്കുന്നു. ടീസർ നേരത്തെ ഇറക്കി വിട്ടതാണ്. അന്നേരം തന്നെ യൂട്യൂബ് മൊത്തം ബ്ലോക്കായി, മൊത്തം സീനായായിരുന്നു. അതുപോലെ ഹൈപ്പുള്ള ഏറ്റവും പുതിയ മമ്മൂക്ക ചിത്രം കളങ്കാവൽ എന്ന സിനിമയുടെ ട്രെയിലറാണ് വന്നിരിക്കുന്നത്. ഒരുപാട് നാളായിട്ട് ആളുകളിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കളങ്കാവൽ എന്ന സിനിമ നമ്മുടെ കുറുപ്പിൻ്റെ റൈറ്ററായ ജിതിൻ ആണ് ഡയറക്റ്റ് ചെയ്യുന്നത്. പുള്ളിയുടെ ഫസ്റ്റ് പടമാണ്. അത് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നു. മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഇല്ലാതെ അവർ ഏറ്റെടുക്കത്തില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അവർ എടുത്ത പടങ്ങളെല്ലാം നോക്കിയാൽ തന്നെ നമുക്ക് അറിയുകയും ചെയ്യാം, അത്ര ക്വാളിറ്റിയുള്ള പടങ്ങളാണ് മമ്മൂട്ടി കമ്പനി നമ്മുടെ മുമ്പിൽ തന്നിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കളങ്കാവിൽ മമ്മൂക്കയോടൊപ്പം വിനായകന് നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പൃഥ്വിരാജിനൊക്കെ ചെന്ന കഥാപാത്രമായിരുന്നു. പുള്ളിയുടെ ബിസി സ്കെഡ്യൂൾ കാരണം മാറി വിനായകനോട്ട് വന്നതാണെന്നൊക്കെ പുറത്തുള്ള ചർച്ചകൾ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പടം എല്ലാവരും വെയിറ്റ് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ നിങ്ങളുടെ കൂടെ ഒന്ന് കണ്ടാലോ. വാ, നമുക്ക് ഒരുമിച്ച് കാണാം. വാ. മമ്മൂട്ടി കമ്പനി തിരുവനന്തപുരം ജില്ലയുടെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കോട്ടായിക്കോണം എന്നതാണ് നമ്മുടെ വല്ലാത്ത സംഭവം. രണ്ട് യുവാക്കൾ തമ്മിലുണ്ടായ നിസ്സാരമായ ഒരു തർക്കം അവരുടെ സുഹൃത്തുക്കൾ ഏറ്റുപിടിച്ച് വലിയൊരു വഴക്കായി മാറി. പിന്നീട് അത് നാട്ടിലെ രണ്ട് പ്രബല സമുദായങ്ങൾ തമ്മിലുള്ള ആ വർഗീയ കലാപത്തിന്റെ തായ്വേരുകൾ തേടിച്ചെന്ന കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ അവിചാരിതമായി തുറന്നു കിട്ടിയ ഞെട്ടിക്കുന്ന തെളിവുകളുടെ കഥ. തിരഞ്ഞു ഒടുവിൽ തങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റത്താണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ നടത്തിയ അത്യസാധാരണമായൊരു കുറ്റാന്വേഷണത്തിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഇതിനൊരു അവസാനം വല്ലാത്തൊരു കഥയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വല്ലാത്ത സംഭവമല്ല, വല്ലാത്ത കഥ. നമ്മുടെ ഏഷ്യാനെറ്റിൽ ഒരുപാട് പ്രേക്ഷകരുള്ള ഒരു പ്രോഗ്രാമായിരുന്നു വല്ലാത്ത കഥ. അദ്ദേഹത്തിൻ്റെ അഭിനയ അവതരണ ശൈലിയൊക്കെ തികച്ചും വ്യത്യസ്തമായിരുന്നു. അങ്ങനെ ഏഷ്യാനെറ്റിൽ നിന്ന് മാറി ഇപ്പം സ്വന്തമായിട്ട് അയാൾ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരുപാട് നമ്മൾ കേൾക്കാത്ത കേട്ട കഥ ഇൻട്രസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. പുള്ളിയുടെ ആ പറച്ചിലിൽ തന്നെയാണ് അതിൻ്റെ വെറൈറ്റി. ഇവിടെ ട്രെയിലറിൽ അത് അങ്ങോട്ട് വന്നപ്പോൾ ഒരു വെറൈറ്റി ആയി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു അറ്റൻഷൻ സംഭവമാണ് അത്. എനിവേ കാണാം. നമ്മളായിട്ട് തന്നെ പൊക്കിയാൽ ഇത് അവസാനിക്കാനുണ്ട്. സാറേ, അമ്മ ഇത്രയൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് സാറേ ഞങ്ങൾ അമ്മനെ തിരിച്ചു പോകുന്നത്? സാറേ, നമ്മൾ വിചാരിച്ച ബില്യൻ അല്ലെന്നാണ് പോകുന്നത്. ഓ, ജിതിൻ കെ ജോസ് ഡയറക്ടർ. മമ്മൂട്ടി കമ്പനി പ്രസൻസ്. ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനെ കൊല്ലുമ്പോഴെന്നറിയോ? മനുഷ്യനെ കൊല്ലുമ്പോഴായിരിക്കുമോ? ഓ മോനെ, ഇത് സീനാ, ഇത് സംഭവം. കളങ്കാവൽ November 27. November 27 നമുക്ക് കാണാൻ പറ്റും. സംഭവം വേറെ ലെവലാണ്. നമുക്ക് വില്ലനായിരിക്കുമോ നായകനായിരിക്കുമോ? ഒന്നും അറിയില്ല. അങ്ങനത്തെ ഒരു ട്രെയിലറാണ്. ഇതിനകത്ത് കാണുമ്പോൾ നമ്മൾ വില്ലനാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ കിട്ടില്ലൻ ഒരു ട്രെയിലറാണ് വന്നിരിക്കുന്നത്. സംഭവം ത്രില്ലറാണ്. ഏതാണ്ട് സീരിയൽ കില്ലർ പരിപാടിയാണെന്ന് തോന്നുന്നു. ഇനി എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം മമ്മൂക്കയുടെ വേറൊരു ഹെയർ സ്റ്റൈലും, നമ്മുടെ ധ്രുവത്തിനകത്തെ മന്നാടിയാർ പോലെ ഒരു ഹെയർ സ്റ്റൈല്, ഹിറ്റ്ലറിനകത്തെ പോലെ മുകളിലോട്ട് ചെയ്തിട്ടുള്ളൊരു പരിപാടി, അത് കൊള്ളാം. പിന്നെ ഇതിൻ്റെ ഇൻ്റർവ്യൂവിൽ കുറേ ഞാൻ കണ്ടപ്പം ഇൻ്റർവ്യൂവിനൊക്കെ പറയുന്നത് ഈ കളങ്കാവൽ എന്ന് പറയുന്ന ആ വാക്ക് തന്നെ തമിഴ് ഒരു മലയാളം കടന്നൊരു വാക്കാണല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം കളത്തിന് കാവൽ നിൽക്കുന്നവൻ കളങ്കാവൽ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് അവർ പറയുന്നത്. കൂടാതെ നമ്മുടെ കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ മ്യൂസിക് ഡയറക്ടറൊക്കെയാണ് ഇതിൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തിരിക്കുന്നത്. പൊളിയായിരിക്കും. ഇനി എന്തായാലും മമ്മൂട്ടി കുറേ നാൾ വിശ്രമത്തിന് ശേഷം നമുക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ കിഡിലിനൊരു പടമാകട്ടെ, ഒരു വമ്പം വിജയമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം കട്ട വെയിറ്റിംഗ് കളങ്കാവൽ. അപ്പോൾ ബൈ.